ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അജേഷ് എഴുതിയിരിക്കുന്നതിന് മേലേക്കാണ് കിടക്കുന്നത്. മാഡം, എൻ്റെ പേര് അജേഷ്, 25 വയസ്സ് കഴിഞ്ഞു. ഞാനിപ്പോൾ സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്ത് അതിൽ പ്രവർത്തിച്ചു വരികയാണ്. ഈ വർഷത്തെ ഓണമാകുമ്പോൾ എൻ്റെ വിവാഹം നടക്കും മാഡം. പക്ഷേ ഞാനിപ്പോൾ വല്ലാത്തൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ PGക്ക് പഠിച്ച ആളായിരുന്നു എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി. അവളുടെ സൗന്ദര്യം കണ്ട് മയങ്ങി ഞാൻ അവളുടെ പുറകെ ഒത്തിരി നാൾ നടന്ന ശേഷമാണ് അവൾ എസ് പറഞ്ഞത്. അവളല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട എല്ലാ ഫീച്ചേഴ്സുമുള്ളൊരു പെണ്ണാണവൾ. സ്വഭാവവും സൗന്ദര്യവും ഒരുപോലെ എന്ന് പറയില്ലേ, ഏതൊരു പുരുഷനും ആഗ്രഹിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് എത്ര മെനക്കെട്ടായാലും അവളുടെ പുറകെ നടന്ന് എല്ലാം ഞാൻ നേടിയെടുത്തത്. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് എൻ്റെ അമ്മയാണ്, അച്ഛന് പോലും അത്രയും സ്ഥാനമില്ല. അതെന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, സുന്ദരിയായ എൻ്റെ അമ്മയുടെ പുറകെ ഒത്തിരി നാൾ നടന്ന ശേഷമാണ് അച്ഛന് കല്യാണം കഴിക്കാൻ പറ്റിയത്. പക്ഷേ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഇത്തിരി ഗർവ് കൂടുതലാണ്. എല്ലാവരെയും അടക്കി ഭരിക്കുന്ന കൂട്ടത്തിലാണ്. അച്ഛനെയും അടക്കി ഭരിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കുട്ടി മതി എന്നുള്ളത് അമ്മയുടെ തീരുമാനമായിരുന്നു. പിന്നെ അച്ഛൻ എപ്പോഴും നാട്ടിൽ നിൽക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. പണം ഇഷ്ടം പോലെ സമ്പാദിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഈ പ്രായത്തിലും അച്ഛൻ ഗൾഫിൽ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നാട്ടിൽ വരികയുള്ളൂ. അമ്മ പറഞ്ഞതിന് എതിർവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അച്ഛനെ എടുത്ത് അമ്മ അലക്കിന്നിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അമ്പരന്ന് പോയി, ഇങ്ങനെയും അമ്മമാരുണ്ടോയെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെയും അമ്മമാരുണ്ട്. ഞാനും നിങ്ങളുടെ കാര്യം പോയി വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. പ്രേമത്തിൽ ഞാൻ അകപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ ഓടിച്ചിട്ട് അടിക്കുമെന്ന്. അല്ല, നിൻ്റെ അമ്മ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്? അത് പിന്നെ അച്ഛൻ പുറകെ നടന്ന് അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് വീട്ടുകാരാലോചിച്ച് നടത്തിയ കല്യാണമാണ്. അല്ലാതെ അമ്മ എങ്ങോട്ട് കയറി ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പഠിച്ചു കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു ബിസിനസ്സോ വരുമാനമോ ഉണ്ടായ ശേഷം എൻ്റെ അമ്മയെ വന്ന് കാണുക, കണ്ടിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയുക. അമ്മയെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അമ്മ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ നിങ്ങളോടുള്ള പ്രേമം മൂത്തൊന്നും ഇറങ്ങി വരികയില്ല. അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് എൻ്റെ കാമുകിയും പറഞ്ഞു. പിന്നെന്ത് ചെയ്യാനാണ്, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു മാഡം. അത് കഴിഞ്ഞ ശേഷമാണ് വീട്ടിലെ കുറച്ച് സ്വത്തൊക്കെ വിറ്റ് ഈ ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. അത് ഏകദേശം 1 വർഷമായി നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ലാഭത്തിലായി കഴിഞ്ഞപ്പോഴാണ് അവളുമായി സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, ഇനി വന്ന് നിങ്ങൾ അമ്മയെ കണ്ട് സംസാരിക്കുക, എന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അവളിപ്പോൾ ഒരു കമ്പനിയിൽ HR ട്രെയിനിയായിട്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പേടിച്ചാണ് ഒരു ദിവസം അവൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പോയി കാണണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അന്ന് അവൾ അവിടെ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴേക്ക് പുള്ളിക്കാരി എന്നെ ഹൃദ്യമായൊരു പുഞ്ചിരിയോടുകൂടിയാണ് സ്വീകരിച്ചത്. പക്ഷേ എൻ്റെ കാമുകി പറഞ്ഞതുപോലെ വലിയൊരു കുഴപ്പക്കാരിയാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒന്നിച്ച് പഠിച്ചപ്പോൾ ഞങ്ങൾ പ്രേമിച്ചെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടോ? ആ കഥകളൊന്നും അവൾ പറഞ്ഞിട്ടില്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല, കറങ്ങാനൊന്നും പോയിട്ടില്ല. എനിക്ക് അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. അവളുടെ പുറകെ ഞാൻ ഒത്തിരി വട്ടം നടന്നു. പിന്നെ പഠിത്തം അവസാനിക്കാറായപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, നല്ല ജോലിയുമായിട്ട് എൻ്റെ അമ്മയെ വന്ന് കണ്ട് സംസാരിച്ചാൽ മാത്രമേ ഞാൻ കല്യാണത്തിന് സമ്മതിക്കുകയുള്ളൂ. പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ ചിരിച്ചു. എൻ്റെ മോളിലെ അങ്ങനൊന്നും കറങ്ങി നടക്കുന്ന ടൈപ്പല്ല. എല്ലാ ചെക്കന്മാരുടെയും മടിയിൽ അവൾ പോയി ഇരിക്കേയില്ല. ഞാൻ പറഞ്ഞ ചെക്കനെ മാത്രമേ അവൾ കല്യാണം കഴിക്കുള്ളൂ എന്ന്. ഞാനപ്പോൾ കുറച്ച് ബഹുമാനം കലർത്തി പറഞ്ഞു. അമ്മ പറയുന്നതിൽ മാത്രമേ അവൾ അനുസരിക്കുള്ളൂ എന്ന് എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് പുള്ളിക്കാരി ഒന്ന് അടങ്ങിയത്. അവരൊരു സർപ്പസുന്ദരിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ആളല്ല, സൂക്ഷിച്ച് സംസാരിക്കണം. പിന്നീട് അവർ എന്നോട് പല ക്വസ്റ്റ്യൻസും ചെയ്തു. ഞാൻ എങ്ങനെയാണ്, എവിടെയൊക്കെ പഠിച്ചു, അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അരമണിക്കൂറോളം ചോദിച്ചു. അതിനെല്ലാം ഞാൻ മറുപടി കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു, നിന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പയ്യനാണ്, എൻ്റെ മോൾക്ക് യോജിച്ച ആളുമാണ്. എന്തെങ്കിലും ഫീച്ചേഴ്സ് കുറവുള്ളൊരു ചെക്കനെ കൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കില്ല. പെർഫെക്റ്റ് ആണായിരിക്കണം അവൻ. അങ്ങനെയുള്ള ആണുങ്ങളെ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും വേണ്ടിയില്ല. എന്തായാലും നിൻ്റെ ഗ്രഹനില ഇനി വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് പോരൂ, എന്നിട്ട് ഞാൻ അത് നോക്കിക്കഴിഞ്ഞിട്ട് നിന്നെ ഇന്ന് രാത്രി വിളിക്കാമെന്ന് പറഞ്ഞു. അമ്മയുടെ വാട്സാപ്പ് നമ്പർ വാങ്ങിച്ച് ഞാൻ എൻ്റെ ഗ്രഹനില അയച്ചു കൊടുത്ത ശേഷം ഞാൻ ഇവിടുന്ന് തിരിച്ചു പോന്നു. ഞാൻ അവളെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ദൈവമേ, ജാതകം നോക്കുമ്പോൾ അങ്ങ് ചേർന്നാൽ മതിയായിരുന്നു, എങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നിന്നെ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണും, ഇല്ലെങ്കിൽ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞേനെ വന്ന്. നിന്നെ ഇതുവരെ വിളിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ
ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല വിളിച്ചില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണും, പേടിക്കണ്ട മോനൂസേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. എന്തായാലും എത്ര പ്രേമിച്ചാലും അവൾ എൻ്റെ കൂടെ ഒളിച്ചോടിയൊന്നും വരില്ല, അതെനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയാകുമ്പോൾ അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്തിനും ഏതിനും ഞാൻ തയ്യാറായിരിക്കണം. രാത്രി ഒരു 10 മണിയായി കഴിയുമ്പോഴേക്കും അമ്മ എന്നെ വിളിച്ചു. ആ മോനെ ഞാൻ പൊരുത്ത് നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അമ്മയെന്ന്. ആ എന്തായാലും 10ൽ 10 പൊരുത്തമൊന്നുമില്ല, മധ്യമമാണ്. ആവശ്യത്തിൽ കൂടുതൽ പൊരുത്തമൊന്നുമില്ലെങ്കിലും അത്യാവശ്യമൊക്കെ പൊരുത്തമുണ്ട്. അമ്മേ, അപ്പം വിവാഹത്തിന് മുന്നോട്ട് പോകാൻ അമ്മയ്ക്ക് സമ്മതമാണെന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് പിന്നെയും ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്ന്. ഇനി എന്താ അമ്മ തടസ്സമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, നീ നാളെ ഉച്ചയാകുമ്പോൾ ഇങ്ങോട്ട് വരണം, അവളോട് പറയരുത് ഇങ്ങോട്ട് വരുന്ന കാര്യം. എനിക്ക് വേറെ ചില കാര്യങ്ങൾ, ഈ കുടുംബത്തിലെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതും കൂടി അറിഞ്ഞിട്ട് വേണം നമുക്ക് കല്യാണത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൾ അറിയരുതെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും സീക്രട്ട് കാര്യമായിരിക്കും, അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞില്ല. അവളാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, ശനി ഞായറും മാത്രമേ വീട്ടിൽ വരികയുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല, അവളോട് പറയണ്ടെന്ന് വിചാരിച്ചു. അമ്മയാണല്ലോ തൽക്കാലം പ്രീതിപ്പെടുത്തേണ്ടത്, അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പോകാം. എന്ത് കാര്യമായിരിക്കും അവർ പറയാൻ പോവുക? എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമായിരിക്കാം, അത് ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം, എങ്ങനെയെങ്കിലും സോപ്പിടണം. ഞാൻ അന്ന് 2 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നു. അമ്മ എനിക്ക് വേണ്ടി ഊണ് തയ്യാറാക്കി കാത്തിരിപ്പുണ്ടായിരുന്നു. ഊണ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സന്തോഷമായി. കാര്യം കല്യാണം ഉറപ്പിക്കുമ്പോൾ മാത്രമേ വീടുകളിൽ നിന്ന് ഊണ് കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ കഴിക്കില്ല. അപ്പം അമ്മയ്ക്ക് കല്യാണത്തിന് സമ്മതമാണ്. ഞാൻ ഊണ് കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം അമ്മ സോഫയിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞങ്ങൾ രണ്ടുപേരും അഭിമുഖമായിട്ടിരുന്നു. എന്താമ്മേ, എന്തെങ്കിലും സീരിയസ് ആയിട്ട് കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അതല്ല, എൻ്റെ മകളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അവൾ ഇതുവരെ അല്ലലും അലച്ചിലും ഒന്നും അറിഞ്ഞിട്ടില്ല. തൂക്കാനോ വാരാനോ കുക്ക് ചെയ്യാനോ ഒന്നും അവൾക്കറിയില്ല. എല്ലാം ചിലപ്പോൾ നീ തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും. നിൻ്റെ വീട്ടിൽ അങ്ങനെയല്ല, പഴയ ആൾക്കാരാണല്ലോ. അവർ അവളിൽ നിന്ന് എന്തെങ്കിലും വീട്ടുജോലി പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവൾ പഴുത്ത പ്ലാവിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കില്ല എന്നുള്ള കാര്യം നിനക്കറിയാമോ എന്ന് ചോദിച്ചു. വീട്ടുജോലിയൊന്നും അത്ര പരിചയമില്ലെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അവളെന്നോട് അങ്ങനെ പറഞ്ഞെന്ന്. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു, അതല്ല, അവൾക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, അവളൊന്നും ചെയ്യുകയില്ല, എല്ലാത്തിനും ആരെങ്കിലുടെയും അസിസ്റ്റൻസ് വേണം. വീട്ടിൽ ജോലിക്കാരുണ്ടെന്ന് ചോദിച്ചു. ഇല്ല, എൻ്റെ അമ്മയാണെല്ലാം ചെയ്യുന്നത്, പതുക്കെ പതുക്കെ അവളും എല്ലാം പഠിച്ചെടുത്തോളും, എൻ്റെ അമ്മ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ആഹാ, നിൻ്റെ അമ്മ അവളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ ഒരു കാര്യവും ചെയ്യില്ല മോനെ, നീ അതോർത്ത് ദുഃഖിക്കുകയേ വേണ്ട. കാര്യം അവൾ തൂക്കാനോ വാരാനോ പാചകം ചെയ്യാനോ ആ ഭാഗത്തേക്ക് വരികയില്ല. അവളുടെ തുണി കൂടി നീ നനച്ചു കൊടുക്കേണ്ടി വരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൾ അങ്ങോട്ട് വരുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് ഒരാൾ കൂടി വന്ന് ഭാരമുണ്ടെന്നല്ലാതെ അവൾ നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുമെന്ന് നീ വിചാരിക്കരുതെന്ന് പറഞ്ഞു. അല്ലമ്മ, അവളങ്ങനെ തെളിച്ചൊന്നും പറഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ആണെന്ന് പറയണ്ട, നീ ഒന്ന് വിളിക്കുക, എന്നിട്ട് സ്പീക്കറിലിട്, ഞാനും കേൾക്കട്ടെ. നിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാ ജോലികളും നിൻ്റെ അമ്മയുടെ കൂടെ ചേർന്ന് ചെയ്യുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അവളെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ബിസിയായിരുന്നു, പിന്നെ വിളിച്ചപ്പോൾ അവൾ എടുത്തു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, പാചകം ക്ലീനിങ് ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല, ഞാൻ അത് ചെയ്യില്ല, അവിടെ ഏതെങ്കിലും ജോലിക്കാരെ നിർത്തണമെന്ന്. ഞാൻ മോളി. അത് കഴിഞ്ഞ ശേഷം ഞാൻ ചോദിച്ചു, തുണി നനയ്ക്കുമെന്ന്. ആ, എൻ്റെ തുണി വേണമെങ്കിൽ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് നനച്ചെടുക്കാം, അതും എനിക്കിഷ്ടമല്ല. പക്ഷേ മോനു, നിൻ്റെ തുണി നീ നനയ്ക്കണം കേട്ടോ, എന്നോട് വീട്ടുജോലികളൊന്നും ചെയ്യാൻ പറയരുത്, എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കണ്ടോ, നീ എന്തുദ്ദേശത്തിലാണ് ഇവളുടെ പുറകെ നടന്ന് ഇവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? നിൻ്റെ വീട്ടിലേക്ക് ചേരുന്ന പെണ്ണല്ല അവൾ എന്ന് പറഞ്ഞു. അമ്മയുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം മുടക്കി ഈ കല്യാണം മുടക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, എടാ, അവൾ എന്ന് പറയുമ്പോൾ നിൻ്റെ വീട്ടിൽ വന്ന് ഒരു സൂചിമോനെ എടുത്ത് അങ്ങോട്ടൊന്ന് കുത്തില്ല. അമ്മ എന്താ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എൻ്റെ ചുമലിൽ പിടിച്ച് സാന്ത്വനിപ്പിച്ചിട്ട് പറഞ്ഞു, നിനക്ക് സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടം തോന്നി. നിനക്ക് എന്തിഷ്ടമാണ് തോന്നിയത്? അവളെ ഒന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. നിൻ്റെ മനസ്സിൽ മുഴുവനും അവളെ സ്വന്തമാക്കുന്ന ത്രില്ല് മാത്രമേ ഉള്ളൂ. അവളുടെ സ്വഭാവം എന്താണ്, അവൾ നിൻ്റെ വീടുമായിട്ട് യോജിച്ചു പോകുമോ എന്നൊന്നും നിനക്കറിയില്ല. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ മോളെ കിട്ടിക്കഴിഞ്ഞാൽ നീ ഒരു വേലക്കാരനായിട്ട് കഴിയേണ്ടി വരും. എൻ്റെ ഭർത്താവ് കഴിയുന്നത് പോലെ. എൻ്റെ ഭർത്താവിനോട് 100 ആവർത്തി ഞാൻ പ്രേമിക്കാൻ നടന്നപ്പോഴേ പറഞ്ഞതാണ് ഞാനൊന്നും ചെയ്യില്ലെന്ന്. അയാൾക്കതിന് സമ്മതവുമായിരുന്നു. പുതിയൊരു വീടെടുത്ത് വേലക്കാരിയുമുണ്ടായിരുന്നു
ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ. പിന്നെ എനിക്കൊരു കുട്ടി ഉണ്ടായ ശേഷമാണ് എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത്. ചിലപ്പോൾ എൻ്റെ മോൾക്ക് മാറ്റം ഉണ്ടായേക്കാം, പക്ഷേ ആദ്യമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് നീ സഹിച്ച് ക്ഷമിച്ച് നിൽക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എൻ്റെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാർ എന്തായാലും അവൾ ജോലി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കും. ജോലി ചെയ്യാത്തൊരു പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുമോ? ഞാൻ ചിന്താവിഷ്ടനായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എന്തായാലും നിനക്കവളെ മറക്കാനാവാത്ത വിധം ഇഷ്ടമാണോ? ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ മുഴുവൻ അമ്മ ഞങ്ങളെ അകറ്റാൻ വേണ്ടി പറയുകയാണെന്നായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങളെ അകറ്റില്ലെന്ന്. അമ്മ പറഞ്ഞു, നിങ്ങളെ അകറ്റണോ വേണ്ടയോ എന്ന് ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. ഞാൻ പറഞ്ഞു, അമ്മേ പ്ലീസ്, ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം. എന്ത് ദുരിതമുണ്ടായാലും ഞാൻ അനുഭവിച്ചോളാം. അവളുടെ ഇഷ്ടത്തിൽ നിന്നോളാം. അവിടെ വേണമെങ്കിൽ ഞാനൊരു വേലക്കാരി വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അപ്പം നീയും നല്ലൊരു പെൺകോന്നം തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ മകള് ഈ കല്യാണത്തിന് സമ്മതിക്കുകയുള്ളൂ. അമ്മ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും എല്ലാം സമ്മതിച്ചിട്ടും ഇനി എന്താ അമ്മയ്ക്കൊരു തടസ്സമെന്ന്. അപ്പോൾ അമ്മ എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ കൈകൊണ്ട് തൊട്ടിട്ട് പറഞ്ഞു, ഇനി ആകെ ഒരു തടസ്സമേ ഉള്ളൂ മോനെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എന്നോട് ചേർന്നിരുന്നു. അമ്മ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടാ എനിക്ക് നിന്നെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നിൻ്റെ ദേഹവും മുഖവും സൗന്ദര്യമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ മുന്നോട്ട് പോകാൻ പറഞ്ഞത്, ഇവിടേക്ക് വരാൻ പറഞ്ഞതും അതിനാണ്. എന്താ അമ്മ ഉദ്ദേശിക്കുന്നത്? എൻ്റെ മകൾക്ക് നീ ഭർത്താവായിട്ട് വരണമെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ ആദ്യം നടക്കണം. അമ്മ എന്തായി പറഞ്ഞത്? എന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറയുകയാണോ? അമ്മ പറഞ്ഞു, പരീക്ഷിക്കാൻ വേണ്ടി പറയുന്നല്ല. എനിക്കിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ആളെ ഞാൻ എല്ലാ കാലത്തും എന്നോട് ചേർത്ത് നിർത്തും. എൻ്റെ ഭർത്താവാണെങ്കിലും ഏത് കോന്തനാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവനെ ഞാൻ സ്വന്തമാക്കും. നീ ഇവിടെ അവളെ പെണ്ണ് ചോദിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അമ്മ എന്താ പറഞ്ഞത്? ഞാൻ മരുമകനായിട്ട് വരേണ്ട ആളാണ്. നീ മരുമകനായിട്ട് വരികയോ വരാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ നടക്കണം. ആദ്യം ഞാൻ നിന്നെ ഒന്ന് അറിയട്ടെ. അമ്മേ ഇത് ശരിയാകില്ല. ശരിയാകുവിടാ. എന്തായാലും നല്ല തികഞ്ഞൊരാണ് മാത്രം എൻ്റെ മകളെ കല്യാണം കഴിച്ചാൽ മതി. ആണ് തികഞ്ഞവനാണോ നോക്കേണ്ടത് അമ്മയുടെ കടമയാണ് മോൾക്ക് വേണ്ടി. അതുകൊണ്ട് എൻ്റെ പൊന്നുമകന് ഇപ്പോൾ ഇറങ്ങിപ്പോകാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. എന്തായാലും ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. ഉച്ചിലുള്ള ഒരാണാണ് നീ എന്ന് തെളിയിക്കണം. ഞാനാകെ ധർമ്മസങ്കടത്തിലായി. അവർ പറഞ്ഞു, എടാ നിനക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ കൈ തട്ടി മാറ്റി എഴുന്നേറ്റ് പോകാം. ഇല്ലെങ്കിൽ നിനക്ക് അടങ്ങിയിരിക്കാം. അടങ്ങിയിരുന്നാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് 2 പേരെയാണ്, സുന്ദരിയായ ഒരമ്മയും മകളെയും. നിനക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അവരെന്നെ സോഫയിലേക്ക് തള്ളിയിട്ടു. മാഡം ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആനപ്പുറത്തേറുന്ന പെൺകുടിയെ പോലെയായി അവർ. എന്നിട്ട് എൻ്റെ കവിളിൽ മൃദുവായി കുത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, നിനക്കെൻ്റെ മോളെ വേണമെന്ന്? ഞാൻ പറഞ്ഞു വേണമെന്ന്. വേണമെങ്കിൽ നീ അടങ്ങിയിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിക്കണമെന്ന് പറഞ്ഞു. എല്ലാം മാറ്റാൻ അവരും എന്നെ സഹായിച്ചു. അവരാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ കൂളായി എല്ലാം കണ്ടു നിൽക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത്രയും നാണം നിനക്ക് പാടില്ല. നാണമുള്ളവൻ ആണല്ല, അത് പെണ്ണിൻ്റെ മുന്നിൽ. പെണ്ണിനാണ് നാണം വേണ്ടത്. എനിക്കൊരു നാണവുമില്ലല്ലോ, അതുകൊണ്ട് നാണം പാടില്ലാതെ പറഞ്ഞു. അവർ തന്നെയാണ് അവസാനത്തെ ഒറ്റ പീസും കൂടെ മാറ്റിയത്. അത് കഴിഞ്ഞ ശേഷം അവരെന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ പുറകെ നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അയാളുടെ സൗന്ദര്യവും ശരീര ആകാരവടിവുമായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ മോളും അത് കണ്ടുകൊണ്ടായിരിക്കാൻ സമ്മതിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റാണ്. അവളുടെ തിരഞ്ഞെടുപ്പ് സൂപ്പറാണ്. അവൾ ഭാഗ്യവതി തന്നെയാണ്. പക്ഷേ ആ ഭാഗ്യത്തിൻ്റെ ആദ്യ ഉടമ ഞാനാണ് എന്ന് പറഞ്ഞ് അവരെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിനക്ക് മുൻപ് ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ, പ്രേമബന്ധം ഉണ്ടായിരുന്നോ എന്ന്? ഞാൻ പറഞ്ഞു, എനിക്കൊരു അനുഭവമില്ല. എനിക്കിതൊക്കെ പേടിയുമാണ്. എനിക്ക് അവളെ മാത്രമായിരുന്നു ഇഷ്ടമെന്ന്. അപ്പോൾ അവർ എന്നെ ചെറുതായി ഒന്ന് വേദനിപ്പിച്ചു. എവിടെ? അവിടെ. ഞാനിപ്പോൾ ഒന്ന് പുളഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ശരിയാണ്, ഫ്രഷാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവർ ഒരു മസാജ് ജോലിക്കാരിയുടെ പ്രവർത്തനമാണ് എന്നിൽ അടിച്ചേൽപ്പിച്ചത്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, ആദ്യം എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, വേണ്ടത്ര വികാസം വ്യാപിക്കാത്ത ഒരു രാജ്യമാണോ എന്ന്. പക്ഷേ ഇപ്പോൾ പൂവമ്പൻ്റെ കുലച്ച വില്ല് പോലെ തോന്നുന്നു മോനെ പടത്തലവ എന്ന് പറഞ്ഞ് അവർ എന്നെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി. അവർ എന്നെ സ്നേഹിക്കുകയായിരുന്നു. നീയാണിടാ മികച്ചതാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ അടുത്ത് പെരുമാറുമ്പോൾ ആരായാലും
അലഞ്ഞു പോകില്ലേ? ഒരു നിമിഷത്തേക്ക് ഞാൻ എൻ്റെ കാമുകിയെ മറന്നു, ടെൻഷൻ മറന്നു, എല്ലാം മറന്നു. പിന്നീട് അവർ പറഞ്ഞു, ഇനിയിപ്പോൾ അമ്മ പറയുന്നത് പോലെ മോൻ അനുസരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞു. അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു, എന്നെ സോഫയിലേക്ക് ചേർത്ത് ഞെരുക്കി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മോനെ, തേങ്ങാക്കുല കരിക്കാണോ മൂത്തതാണോ എന്നറിയാൻ എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, കുലുക്കി നോക്കണമെന്ന്. എങ്കിൽ മോൻ്റെ ആദ്യത്തെ ജോലി അതാണ്. വിശാലമായ തെങ്ങുംതോപ്പിൽ കരിക്കാണോ ഉള്ളത്, മുഴുത്തു മുറ്റിയ തേങ്ങയാണോ ഉള്ളതെന്ന് നീ തിരഞ്ഞു കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കൈകൾ അവർ ചേർത്ത് പിടിച്ചു, ലക്ഷ്യസ്ഥാനത്തേക്ക് നയിച്ചു. എനിക്കവിടെ ജോലിയെടുക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ പണിയെടുത്തു. ഞാൻ അവിടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് തുടക്കമിടുകയായിരുന്നു. എൻ്റെ പ്രവൃത്തികൾ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഇടയ്ക്കൊരു വിശ്രമം. അപ്പോൾ മോൻ ഞാൻ ദാഹജലം തരാം എന്ന് പറഞ്ഞ് അവർ ചെയ്ത പ്രവൃത്തി എനിക്കിവിടെ വിവരിക്കാൻ പറ്റില്ല മാഡം. അവരുടെ സ്വഭാവവും മുഖഭാവവും ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരെ ആർക്കും തളയ്ക്കാൻ പറ്റില്ല. ഇവർ അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ വനദേവതയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അവരെ അനുസരിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല. ഇന്ന് വരെ എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞിട്ടില്ലാത്ത പല സംഭവങ്ങളിലേക്കും അവരെന്നെ നയിച്ചു, ആജ്ഞാപിച്ചു. മുട്ട് കുത്തിയിരുന്ന് എനിക്ക് മുട്ട് നന്നായി വേദനിച്ചു. എന്നിട്ടും തുടരുന്ന പ്രവൃത്തികൾ ഒന്നും നിർത്തരുതെന്ന് അവർ ആജ്ഞാപിച്ചു. ഏതോ ബാധ കൂടിയ സ്ത്രീയെപ്പോലെ അവർ അലറുകയായിരുന്നു. പേടിയും വിഷമവും രസവും എല്ലാം ഒന്നിച്ചു വന്ന ആ ഒരു നിമിഷത്തെപ്പറ്റി എനിക്ക് പറയാനറിയില്ല. ഞാൻ സംഭ്രമിച്ചു പോയിരുന്നു, എന്നാൽ അതിശയിച്ചു പോകുന്നു. ഇത്രയും വെറൈറ്റിയായി, ഇത്രയും വ്യത്യസ്തമായി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നത്? ഒരാണിനെ എങ്ങനെയാണ് അവർ ഇത്രയും നന്നായി ഉപയോഗപ്പെടുത്തുന്നത്? എന്തായാലും കൊടുങ്കാറ്റ് ഒന്ന് ശമിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നിന്നെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രോബ്ലം നിനക്കുണ്ടെന്ന്. എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ പ്രോബ്ലം അമ്മ ഇന്ന് മാറ്റിത്തരും. പക്ഷെ നിനക്ക് ഇത്തിരി പരിക്കുകളൊക്കെ കാണും, എങ്കിലും നിന്റെ ഭാവി ജീവിതം തെളിഞ്ഞു വരുമെന്ന് പറഞ്ഞ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കറക്കി കറക്കി അടിക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ പ്രതീതിയാണ് അവർ സൃഷ്ടിച്ചെടുത്തത്. എനിക്കത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ ഇടയ്ക്ക് എനിക്ക് ഒരു റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരിക്കലും റെസ്റ്റ് പാടില്ല. കാര്യം പ്രശ്നങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയുള്ള മഴയും കൊടുങ്കാറ്റും വേണമെന്ന് അവരെന്നോട് പറഞ്ഞു. അത് കേട്ട് എനിക്കൊന്നും പറയാനില്ലായിരുന്നു. എങ്കിലും അരമണിക്കൂറത്തെ പ്രചണ്ഡവാദത്തിന് ശേഷം എനിക്ക് ശരിക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അവർ എന്നോട് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഇനി എൻ്റെ മകൾ നിനക്ക് സ്വന്തം. പക്ഷേ എല്ലാം കഴിഞ്ഞാലും എങ്ങനെയൊക്കെയാണെങ്കിലും എന്നും നീ എനിക്കാണ് ആദ്യ സ്വന്തം. അവസരം കിട്ടുമ്പോഴെല്ലാം നമ്മൾ ഒന്നായിരിക്കും. പക്ഷേ വിവാഹത്തിന് മുമ്പ് ഇനിയും ശരിയാക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ വല്ലാതെ പരിശീലനമായിരുന്നു. പക്ഷേ ഒരാഴ്ചയൊന്നും തികഞ്ഞില്ല. 3-ാം ദിവസം എന്നെ വിളിച്ചു. ഞാൻ പരിക്കുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ അതൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞ് തുടർച്ചയായി മുന്നോട്ട് പോയി മാഡം. അതൊക്കെ മാറിക്കിട്ടി. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല പൊരുത്തമുള്ള ആൾക്കാരാണ്. എനിക്കും ഭാര്യയ്ക്കും ഭാര്യയുടെ വീടിനടുത്ത് ഒരു വീട് അമ്മായിമ്മ പണിയുന്നുണ്ട്. ആ വീട്ടിലേക്കായിരിക്കണം താമസം. കാര്യം ഇവിടുത്തെ വേലക്കാർ തന്നെ അവിടെയും വന്ന് ജോലിയൊക്കെ ചെയ്തോളും. എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് സമ്മതിച്ചു. എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് ഇതൊന്നും അറിയില്ല. എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ട്. പക്ഷെ അമ്മായിമ്മ പറഞ്ഞത്, ഇത് ഒരിക്കലും അവസാനിക്കാത്ത യാത്രയാണ്. അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാലും അമ്മായിമ്മ പറയുന്ന നിമിഷം അവിടെ ചെല്ലണം. പേടിക്കണ്ട, എൻ്റെ മകൾ അറിയാതെ എല്ലാ സാഹചര്യവും ഞാൻ ഉണ്ടാക്കിത്തരും. രണ്ടും നീ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം. 2 ഭാര്യമാർ നിനക്കുണ്ടെന്ന് നീ എന്നും കരുതണം എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ സ്നേഹിച്ച പെണ്ണുമായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള അടുപ്പവുമില്ല. ഇനി അവളുമായിട്ട് അടുപ്പം തുടങ്ങുമ്പോൾ എനിക്ക് അമ്മായിയമ്മ ഒരു പ്രശ്നമായി മാറുമോ? രണ്ടും മാനേജ് ചെയ്യാനെ കൊണ്ട് പറ്റുമോ? എനിക്കൊന്നും അറിയില്ല മാഡം. വിവാഹ തീയതി അടുക്കും തോറും എനിക്ക് ടെൻഷൻ കൂടുകയാണ്. മാഡത്തിൻ്റെ ഉപദേശം എനിക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ചെകുത്താനും കടലിനും നടുക്കാണ് നിങ്ങളെന്നാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ചെകുത്താനെയും കടലിനെയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിലേക്ക് കയറി ചെല്ലുക. ഇനി ചെകുത്താനെ കടലിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ 2 നടുക്കെന്നും നിങ്ങൾ സൈഡിലേക്ക് പോയി വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക. ഇതാണ് പറയാനുള്ളത്. കാരണം അമ്മായിമ്മയുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുകയില്ല. കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും അവരുടെ വീടിനടുത്ത് തന്നെയാണല്ലോ. സാഹചര്യങ്ങളുള്ളപ്പോൾ അവർ രഹസ്യമായിട്ട് നിങ്ങളെ വിളിക്കും. ആ സമയത്ത് അമ്മായിമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും. അവരതിൽ നിന്ന് പിന്മാറുകയില്ല. ഇനി നിങ്ങൾ പിന്മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
മകളുമായുള്ള ദാമ്പത്യ ബന്ധത്തിൽ അവർ ഇടംകൊലിടും. അവർക്ക് പ്രതീക്ഷിച്ചത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നമുണ്ടാകുകയും നിങ്ങളെ തമ്മിൽ തെറ്റിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ത്രീയാണ്. അടങ്ങുന്ന ഒരു ടൈപ്പല്ല അവരെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇതിൽ കൺഫ്യൂഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഒന്നുകിൽ രണ്ടും രഹസ്യമായിട്ട് ഞാൻ മാനേജ് ചെയ്യും, എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുക. അവിടെ ഇപ്പോൾ കുറ്റബോധമോ സദാചാരമോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാര്യം നിങ്ങളുടെ ജീവിതം ഈ രീതിയിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ സമയത്ത് നിങ്ങൾ ഒന്നും നോക്കാതെ മുന്നോട്ട് പോകുക. വരുമരായികൾ വരുന്നിടത്ത് വെച്ച് കാണുക എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇത്തരം റിസ്കിന് പോകാതിരിക്കുക. ഇങ്ങനെ രണ്ടുപേരുമായുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സമയത്ത് പിടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നിഷേധം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കാം. ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. അതിനെന്താ, നല്ല കാര്യമല്ലേ? ഒരു വശത്ത് സുന്ദരിയായ ഭാര്യ, ഒരു വശത്ത് സുന്ദരിയായ അമ്മായിയമ്മ, രണ്ടും കൂടെ മാനേജ് ചെയ്താൽ പോകാൻ നിനക്കെന്ന് എത്ര പാട്? ഒരു പ്രശ്നവുമില്ല, ഇതൊരു ഈസി കാര്യമല്ലേ? എനിക്കെങ്ങണമായിരുന്നെങ്കിൽ ഞാൻ അത് സമ്മതിച്ചേനെ എന്ന് പറയുന്ന ആണുങ്ങളും കാണും. ഒരു സാഹചര്യം എങ്ങനെയാണ് നമ്മൾ മനസ്സിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. സദാചാരവും പുറത്തെ സാഹചര്യവും എൻ്റെ അഭിപ്രായവും നാട്ടുകാരുടെ അഭിപ്രായവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം മാനേജ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം റിസ്ക്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക. ഇതിപ്പോൾ നിങ്ങൾ തുറന്ന് പറയുകയാണ് നിങ്ങളുടെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയോട്. അവൾ അതിനോട് ഒരിക്കലും അനുകൂലമായി പ്രതികരിക്കില്ല. കാര്യം അവൾ അമ്മ പറഞ്ഞതേ കേൾക്കുകയുള്ളൂ. അമ്മ പറയുകയാണ് ഇത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് വിശ്വസിക്കും. അപ്പോൾ അമ്മയെ തിരുത്താൻ പറ്റില്ല, അമ്മായിമ്മയെ തിരുത്താൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ നിങ്ങൾക്ക് സദാചാരപരമായി നല്ല രീതിയിലുള്ള ഏതെങ്കിലും പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ജീവിക്കാം, വേറെ കല്യാണത്തിന് പോകാം, ഇത് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഒരു കുറുക്കൻ്റെ ബുദ്ധിയോടുകൂടി ഇത് തുടർന്നു കൊണ്ട് പോകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മനസ്താപമൊന്നുമില്ലാതെ പ്രശ്നങ്ങളൊന്നും മനസ്സിലോർക്കാതെ ഇതൊരു നല്ല കാര്യം വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള രീതിയിൽ പോകാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സമാധാനിക്കാതെ നിന്ന് മുന്നോട്ട് പോകില്ലല്ലോ മോനെ.